ഹലോ ഗൈസ്, ഈ വീഡിയോ ആരെ സ്ട്രോൾ ചെയ്തതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പെരുന്നാൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ കുടുംബത്തോടും ഫാമിലിയോടൊക്കെ അടുത്ത് നല്ല അടിപൊളിയായിട്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞുകൂടി. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഫലസ്തീനിലെ ഇപ്പോഴത്തെ ജനങ്ങളുടെ അവസ്ഥ. കുറേ ആളുകൾ ഭക്ഷണം കിട്ടാതെ, ഒരു തുള്ളി ഭക്ഷണം കിട്ടാതെ കുറേ ആളുകൾ മരിച്ചു വീണ്, ചെറിയ ചെറിയ കുട്ടികൾ. എത്രത്തോളം നിങ്ങൾ കുറേ വീഡിയോസ് എല്ലാവരും കാണുന്നതാണ്. എത്രയോ ആളുകൾ, പല പല സെലിബ്രിറ്റീസ്, വലിയ വലിയ ആളുകൾ പല ഗീവ് ലക്ഷങ്ങൾ വിലയുള്ള ഗീവ് എല്ലാം കൊടുക്കുന്നു. അതിന് ഒരു തുകയെങ്കിലും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതായത് ഞാൻ എൻ്റെ യാത്രയിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിരുന്നു, അതെനിക്ക് ചെയ്യണം. അതായത് ഫലസ്തീന് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി എൻ്റെ യാത്രയിൽ ഉദ്ദേശിച്ചിരുന്നു. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇത് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ അഥവാ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുക, എങ്ങനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം നമ്മൾ കേരളത്തിൻ്റെ പുറത്തോട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രതികരണം എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത് കാരണം എൻ്റെ എന്നെ അറിഞ്ഞവരോട് ചോദിച്ചപ്പോൾ വലിയ പരിചയമില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ കേരളത്തിൽ നിന്ന് എങ്ങനെ അവർക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൻ്റെ പൈസയെങ്കിലും എങ്ങനെ അവർക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ അഹമ്മദ് സാബിത്ത് ഖാൻ്റെ ഒരു ഇൻസ്റ്റ പേജ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ പേജ് ഞാൻ അത് താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അവരുടെ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ഫണ്ട് എത്തുന്നത്, എങ്ങനെ അവർക്ക് നമുക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെടുക്കുക. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൽ കയറി ആ ഇൻസ്റ്റ പേജ് കയറിയിട്ട് ആ വീഡിയോ കണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയുള്ള സഹായം എത്തിച്ചു കൊടുക്കും. ഗീവ്അവേയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്, കുറേ ഷെയർ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പടച്ച നമ്മൾ ഒരിക്കലും വെറുതെ വിടത്തില്ല. ഓക്കെ, നിങ്ങളെങ്ങനെയായാലും അവർക്ക് വേണ്ടി മാക്സിമം ശ്രമിക്കുക. എനിക്ക് ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഈ ഒരു മെസ്സേജ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെ ആളുകൾ പ്രതികരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പാണ്, അതായത് നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെയൊക്കെ ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ അത് ആളുകൾ എങ്ങനെ പ്രതിരോധിക്കുന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ അറിയുന്ന ആളുകളൊന്നും എൻ്റെ അറിവിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാട്ടോ. അപ്പോൾ ഞാൻ എന്നും റീൽസ് ഇങ്ങനെ കാണും, ഒരുപാട് സങ്കടപ്പെടും സത്യമായിട്ടും. ഓരോ കുട്ടികളുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെടും. അപ്പോൾ നിങ്ങളും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയാലും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്, അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.